ഏത് സിനിമ ചെയ്യുമ്പോഴും കയ്യിൽ 2 or 3 കഥ എപ്പോഴും കരുതാറുണ്ട്. എപ്പോഴും ഏത് സിനിമ ചെയ്യുമ്പോഴും പറയാറുണ്ട്, ഇല്ല എനിക്ക് 3 or 4 കഥയുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എപ്പോഴാണ് ഈ എഴുത്ത്, എപ്പോഴാണ് ഈ ചിന്തകൾ വരുന്നത്? അത് ഭയങ്കര ഒരു പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ്. ഒരു തോട്ടാണ് വരുന്നത്. അപ്പോൾ ആ തോട്ട് അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് 1 line ആക്കി? അല്ല, അത് പല സമയം കൊണ്ടായിട്ടുണ്ടാകുന്നൊരു പ്രോസസ്സാണ്. അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നൊരു സംഭവമല്ല. ഒരു തോട്ടാണ് ആദ്യം വരുന്നത്. ആ തോട്ടിൽ നിന്നാണ് പിന്നെ ഒരു കഥ ഉണ്ടാകുന്നത്. ഈ കാടിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ആ പശ്ചാത്തലം ആദ്യമായിട്ട് ഓർമ്മ വന്നത് എന്നാണ്? യാത്ര ചെയ്യുമ്പോഴാണോ, ഡ്രൈവ് ചെയ്യുമ്പോഴാണ്? ചിലരുടെ ക്രിയേറ്റിവിറ്റി ഈസ് ഡിഫറെൻറ്റ്. ചിലർക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തകൾ വരുന്നത്, ചിലർക്ക് നടക്കാൻ പോകുമ്പോഴായിരിക്കും, ചിലർക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോഴായിരിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ. അത് വന്നത് ഞാൻ 2011 മറ്റോ നെല്ലിയാമ്പതി പോയതാണ്. എനിക്ക് അവിടെ ഈ സിനിമ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ, അല്ല അതിനൊക്കെ മുന്നാണ്, 2005 മറ്റോ ജോലി കൊണ്ടിരുന്ന സമയമാണ്. എനിക്ക് ഭയങ്കര റിഫ്രഷിങ് ഒരു ഫീൽ തോന്നി ആ സ്ഥലത്തെത്തിയപ്പോൾ. ഞാൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്തിട്ട് അവിടെ പോയി കഴിയുമ്പോൾ ഭയങ്കര ലോകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവിടെ ആ സ്ഥലത്ത്, പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരുപാട് ആടുകളുണ്ട്. ഒരു കുരങ്ങനുണ്ട്, കുരങ്ങനാണ് ആടിനെ മേയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഥയിലോട്ട് അന്നേ എടുത്തിരുന്നു. അതിൻ്റെ ഒരു ഓണറായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥലമായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നാണ് ഈ കഥ. അവിടെ നിന്ന് ട്രെക്കിംഗ് പോയിരുന്നു, മമ്പാട്, നെല്ലിയാമ്പതി. അതൊക്കെയാണ് ഇതിലത്തെ ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഒരു ഫസ്റ്റ് ഹാഫിലുള്ളത്. അപ്പം അന്ന് ആ പീക്കിലെത്തി ഇടയ്ക്ക് വണ്ടി പഞ്ചറായി, നമ്മൾ തള്ളി ടയർ മാറ്റി കയറ്റി, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവിച്ച് അതിന് മുകളിലൊക്കെ എത്തിയപ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് തോന്നി. വളരെ ഡിഫറെൻ്റാണ്. നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു ലോകം ഉണ്ടല്ലോ ഇവിടെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നലുണ്ട്. അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനൊരു ക്യാരക്ടറും ഇങ്ങനൊരു കഥയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രണയമാണ് വിഷയം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ്, അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് താല്പര്യം. അപ്പോൾ അവിടെ അതേ ലൊക്കേഷനിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മ്യൂസിക് കമ്പോസിന് വേണ്ടി അവിടെ പോയത്, അവിടെ തന്നെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ ഒരുപാട് മാറ്റം വന്നു ഈ 10 വർഷത്തിനിടയിൽ. ഒരുപാട് മോഡേൺ സംഭവങ്ങൾ അവിടെ കയറി വന്നു. അത്യാവശ്യം 5 സ്റ്റാർ ഹോട്ടലൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ ആ ഒരു സാധനം പോയി. അതിലുണ്ടായിരുന്ന ഒരു ഓത്തൻറ്റിസിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന സാധനം നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അങ്ങനെയാണ്. മ്യൂസിക്കും ഒരു സിനിമയിലെ പാട്ട് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ്. പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. സംഗീത സംവിധായകനും കൂടി ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്, ഡിസ്കഷൻ ആവശ്യമാണ്. അതിനുപരി ബിജിയുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം ഒരുപാട് വലിയ ബന്ധമുണ്ട്. കാരണം ഫാമിലി ആയിട്ട് എൻ്റെ വൈഫും ബിജിയുടെ വൈഫും ഭയങ്കര അടുത്ത ഫ്രണ്ട്സാണ്. ബിജിയുടെ വൈഫാണ് ഈ സിനിമയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് കോറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. ശാന്തിയുടെ ഒരു സ്കൂളുണ്ട്, ബോധി സ്കൂൾ ഓഫ് ഡാൻസ്. അവരാണ് അത് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കുട്ടികൾ, എൻ്റെ മോളും അവിടെ പഠിക്കുന്നുണ്ട്. വളരെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. വളരെ അടുത്ത ഇതിലെല്ലാവരും അറിയുന്ന ഒരാൾ. അതിലുപരി ഞാൻ എപ്പോഴും ഈ പറഞ്ഞ 5-6 കഥകളുണ്ടെന്ന് പറയുന്ന എല്ലാ കഥയും അറിയുന്ന ഒരാൾ ബിജിയാണ്. എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരാൾ ബിജിയാണ്. അപ്പോൾ ഈ സിനിമ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ബിജിയാണ് എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു കഥ ഇപ്പോൾ ചെയ്തുകൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ബിജി മാത്രമല്ല, ഞാൻ പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിലും എൻ്റെ സ്ക്രിപ്റ്റിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ആൾക്കാർ കൊണ്ടുവരിപ്പിക്കാറുണ്ട്. അത് ബിക്കോസ് നമ്മൾ പറഞ്ഞ് വരുത്തുന്നതാണ്. എന്തെങ്കിലും അത് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരികയും ചിലപ്പോൾ എടുക്കുകയും ചിലപ്പോൾ എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്ക് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്നതും അവർ ഇൻവോൾവ് ആവുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രഭാളികളിൽ കണ്ടതാണ് TG രവിയുടെ മകൻ ശ്രീജിത്ത് രവി ഒരു ഗുണ്ടാവേഷങ്ങൾ ചെയ്ത് അങ്ങനെ ശ്രീജിത്തിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ക്യാരക്ടേഴ്സാണ്. അതിൽ നിന്നാണ് വേറൊരു വേഷം കൊടുത്തത്. എന്തായിരുന്നു ആ ഒരു ചിന്തയ്ക്കുള്ളൊരു കാരണം? ഇതൊന്നും പ്ലാൻഡ് അല്ല. പുണ്യാള നഗർബത്തീസിൽ ശ്രീജിത്ത് ചെയ്യാനിരുന്ന വേഷം ശ്രീജിത്തല്ല ചെയ്യാനിരുന്നു, മറ്റൊരു ആക്ടറായിരുന്നു. അപ്പം ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിനാണ്, എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ മേറ്റ്സ് ഒക്കെയാണ്. ഒരേ കാലഘട്ടത്തിൽ ക്ലാസ്മേറ്റ്സ് ഒരേ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ശ്രീജിത്ത് വേറെ വഴിക്ക് പഠിക്കുമ്പോൾ ഞാൻ വേറെ വഴിക്ക് പഠിക്കുമ്പോൾ ഫാമിലിയായിട്ടും രവിയേട്ടനൊക്കെ ആയിട്ട് എൻ്റെ അച്ഛനൊക്കെ വളരെ ക്ലോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെയാണ്. പുണ്യാള നഗർബത്തീസിൽ ശ്രീജിത്തിന് ഉണ്ടായ ക്യാരക്ടറൊന്നുമില്ല, അത് മറ്റൊരു ആക്ടറാണ് ചെയ്യാനിരുന്നത്. ആ ആക്ടറിൻ്റെ ഡേറ്റ് പ്രോബ്ലം വന്നപ്പോഴാണ് ശ്രീജിത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അത് സിനിമയുടെയും ശ്രീജിത്തിൻ്റെയും ഭാഗ്യമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ശ്രീജിത്തിനെ പോലെ ഡിഫറെൻ്റ് ആയിട്ട് ഈ സിനിമയിലാണ് ചെയ്യുന്നത്, അതിലും ഒരു പാട്ട്. അതെ. അഗെയിൻ ഈ ക്യാരക്ടറും ഞാൻ പലപ്പോഴും കാസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കാറുള്ളത്, ഒരു ആളെ ഇപ്പം പ്രേതം ചെയ്തപ്പോൾ അതിൽ ഇപ്പോൾ ഒരാളെ, ഇപ്പോൾ വിജയ് ബാബു നമുക്ക് പോലീസ് ഓഫീസറായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നന്നായിരിക്കും.
ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ന് അങ്ങനെയാണ് സംവിധായകന് തോന്നും. കാര്യം സംവിധായകന് കമാൻഡ് ചെയ്യാൻ അറിയാം. പക്ഷേ ഇത് കേട്ട് പ്രതികരിക്കുന്ന നടൻ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം? ഇത് എന്നിൽ ഓക്കെ ആയി, ഇത് എന്നിൽ സുരക്ഷിതമായിരിക്കും എന്നൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കാറുണ്ട്. അത് സുരക്ഷിതം, ഒരു കംഫർട്ട് ഫീലിംഗ് ഒട്ടും നല്ലതല്ല ആക്ടേഴ്സിന്. കംഫർട്ട് അല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഓവർ കോംപ്ലസൻസി ആക്ടിങ്ങിൽ നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പേടി എന്ന് പറയുന്ന സാധനം നല്ലതാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. അല്ലെങ്കിൽ ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ജോബാണെന്ന് പറഞ്ഞ് വന്നാൽ സ്ഥിരം നമ്മൾ ചെയ്യുന്നതന്നെ വരുള്ളൂ. അതെനിക്ക് മനസ്സിലായത് ഞാൻ രേവതിയോടെ വർക്ക് ചെയ്തപ്പോഴാണ്, മോളി ആൻറ്റി റോക്സിൽ. ആദ്യമായിട്ടാണ് ഒരു ആക്ടർ, അത്രയും വലിയൊരു ആക്ടർ, എല്ലാ ദിവസവും രാത്രി 10 മണി 11 മണി എന്നെ വിളിക്കും. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ടെൻഷനായിട്ട് ഇപ്പോൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്, അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ആക്ടർ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചിന്തിക്കുന്നു. ആ ഒരു പേടി ഒരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ നല്ല നടന്മാർക്ക് ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് അത്രയും ചിന്തയും അവരുടെ ഭാഗത്ത് തന്നെ ഓവർകം ചെയ്യാനുള്ള വഴികളും ഒക്കെ അവർ ആലോചിച്ചിട്ടുണ്ടോ. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ അത് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കൂടെയാണ് പറയുന്നത്. കാരണം അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന റോള് പോലത്തെ റോളല്ല എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ രീതിയിൽ അല്ല അത് ചെയ്യേണ്ടത് എന്നുകൂടെ ഓർമ്മിപ്പിക്കാനാണ് അത് പറയുന്നത്. ഏത് സിനിമ ചെയ്താലും രഞ്ജിത്തിൻ്റെ ഒരു സിഗ്നേച്ചർ അതിലുണ്ടായിരിക്കും. ഒരു സേഫ് സോണിൽ വലിയ കൈപ്പൊള്ളാതെ സിനിമ ചെയ്യുന്ന സംവിധായകൻ എന്ന പേര് എടുത്തു കഴിഞ്ഞു. അപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു പാമ്പേർഡ് ലിസ്റ്റിലുള്ള ഒരാളാണ്. ഇത്രയും ആസ്പിറൻ്റ് ആയിട്ടുള്ള വരുന്ന ഫിലിം മേക്കേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇന്ന് വിദൂരത്തല്ല സിനിമ. കാര്യം ഒരു കഴിവുണ്ടെങ്കിൽ, സർഗാത്മകതയുണ്ടെങ്കിൽ ശ്രമിച്ചാൽ എത്താവുന്നൊരു മേഖലയാണ്. അത്തരം ആൾക്കാരോട് എന്താണ് ഒരു ഫ്രണ്ട്ലി മെസ്സേജ്? അല്ല, എനിക്ക് ഒന്നാമത് ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അന്നും ഇന്നും സിനിമ എളുപ്പമല്ല. ഇന്ന് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ പുറമേ നോക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഒരു സിനിമ എടുക്കുകയും അത് പൂർത്തീകരിക്കുകയും അത് തിയേറ്ററിലെത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമേ അല്ല. ഇന്ന് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എക്സ്പെൻസസ് കുറേ കൂടി കൂടിയിരിക്കുന്നു. പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഓവറോൾ പിക്ചർ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ ഇതിൽ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള സെയിങ് എന്ന് വെച്ചാൽ ദ ഈസിയസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എ ഫിലിം മേക്കർ ഈസ് ടു ലൂസ് ഹിസ് കൺവിക്ഷൻ ഇൻ ബിറ്റ്വീൻ. അത് ഒരു 70-75-80% ആൾക്കാർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു കഥയിൽ നമ്മളൊരു ആവശ്യത്തോടെ ഇറങ്ങി പുറപ്പെടുകയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയും അതിന് പകുതി വെച്ചിട്ട് നമുക്കിത് കൈവിട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും ഇത് ശരിയാവുന്നില്ല, വേണ്ടായിരുന്നല്ല, ക്ലിയർ അല്ല. നമുക്കൊരു ഇത് വെച്ചാൽ ഇത് എളുപ്പമുള്ളൊരു പരിപാടി അല്ലാതാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരികയാണ്. ഇവരെല്ലാവരും ഓരോ ക്യാരക്ടർ ചെയ്യുകയാണ്. ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള സംശയങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് അതിൻ്റെ ബാക്കി ടെക്നീഷ്യൻസ് വരികയാണ്, അതിലൊരു മണി ഇൻവോൾവ് ആണ്, ടൈം ഇൻവോൾവ് ആണ്. ഇടയിട്ട് കഴിഞ്ഞാൽ ആ ആക്ടർ പോവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൺവിക്ഷൻ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പുതിയ ഫിലിം മേക്കർക്ക്. ഇപ്പോൾ എനിക്ക് പാസഞ്ചർ പോലൊരു സിനിമ ആദ്യം ഉണ്ടാക്കാൻ സാധിച്ചതിൻ്റെ ഒരേ ഒരു കാരണം അതാണ്. അന്നും എന്നും ഞാൻ വലിയൊരു ടെക്നിക്കലായിട്ടുള്ള ഒരാളല്ല. അത് പഠിക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല താൻ. ബിക്കോസ് എനിക്ക് അതിനേക്കാൾ ഉപരി എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഇഷ്ടമുള്ള മേഖലകൾ വേറെ ഒരുപാടാണ്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് കണ്ടെത്തുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുക, അവരിൽ നിന്ന് അങ്ങനെ പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അന്നും എന്നും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് ആസ് എ ഫിലിം മേക്കർ സിനിമ ചെയ്യുന്നതോറും നമ്മൾ അതിന് മാധ്യമത്തിനെ കുറിച്ച് കൂടി മനസ്സിലാക്കുന്നു, ടെക്നിക്കാലിറ്റി മാറി വരുന്ന ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് സത്യമാണ്. അപ്പം പുതിയൊരു ഫിലിം മേക്കർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ സിനിമ ഉണ്ടാവുന്ന കൺവിക്ഷൻ സിനിമ ഇറങ്ങുന്ന ദിവസം വരെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുണ്ടാവണമെങ്കിൽ ഒരു വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും കംപ്ലീറ്റ് ക്ലാരിറ്റി വേണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇതിന് ഈ പരിപാടിക്ക് ഷൂട്ടിംഗ് പോലത്തെ പരിപാടികൾക്ക് പോയാൽ ഇത് എഗെയിൻ ഡിഫിക്കൽട്ടാണ്. എഗെയിൻ ഇത് ഭയങ്കര അഡാപ്റ്റബിൾ ആവേണ്ട ഒരു സംഭവമാണ്. ഇത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കില്ല. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ മാറേണ്ടി വരും. ഇത്രയും കേട്ട വരാനുള്ളൊരു പേടിക്കൊന്നും എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ല. പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ നമുക്കിപ്പം ഒരു ലൊക്കേഷൻ ചിലപ്പോൾ ഇത്രയും മാധ്യമത്തിൻ്റെ ഒരു ശക്തി ഇത്രയും ഇല്ല. സിനിമയിൽ പിന്നണിയിൽ ആരൊക്കെയാണെന്ന് അധികം അറിയില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു മൊബൈൽ എടുക്കുന്ന കുട്ടിയും ചിലപ്പോൾ ടെക്നോളജി വളർന്നുകൊണ്ടായിരിക്കാം. നമുക്ക് ഇത്രയും സിനിമയെക്കുറിച്ചുള്ള വിവരം അന്നില്ലായിരുന്നു, വളരെ പണ്ട്. അതാണ് ഞാൻ വിദൂരത്തല്ല എന്ന് പറഞ്ഞത്. അല്ല, വിദൂരത്തിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കുന്നത് വിദൂരത്ത് തന്നെയാണ്. നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയും ഇടുകയും ചെയ്യുന്നത് ഈസി ആയിരിക്കും. മറ്റേത് വിദൂരത്ത് തന്നെയാണ്. അത് ഒട്ടും എളുപ്പമല്ല. ഒരു കൊമേഴ്സ്യൽ സിനിമ, ഒരു ഓഫ് ബീറ്റ് സിനിമ എത്രത്തോളം ബുദ്ധിമുട്ടാണ് പ്രൊഡ്യൂസറെ കിട്ടാൻ? എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത് കൺവിൻസ് ചെയ്യാൻ? അതാ പറഞ്ഞ എല്ലാം ബുദ്ധിമുട്ടാണ്. ഇത് ഒന്നും എളുപ്പമല്ല. ഞാൻ എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിക് കാരണവും അതാണ്. അത് പ്രൊഡ്യൂസർ കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷേ അത് കുറച്ചുകൂടി സൗകര്യം ഇതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്.
നമ്മുടെ കാസ്റ്റിംഗ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ എളുപ്പമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ വിളിച്ചാൽ വരുന്ന ഒരുപാട് താരങ്ങളുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് അത്ര വലിയൊരു താരത്തിന് വേണ്ട, ഈ താരത്തിന് മതി എന്നുള്ള എൻ്റെ തീരുമാനമാണ്. മറ്റൊരു പ്രൊഡ്യൂസർക്ക് ബിസിനസ് വൈസ് ഇയാളും ചെയ്യുമല്ലോ, എന്നാൽ പിന്നെ ഇയാൾ ചെയ്യാമല്ലോ എന്ന് തോന്നിയേക്കാം. അപ്പോൾ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും, കാരണം അയാളുടെ പൈസയാണ് ഇൻവോൾവ്. അപ്പം അതുപോലുള്ള ട്രാപ്പുകളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മൾ ചെയ്യുന്നത്, സ്വയം നിർമ്മിക്കുന്നത്. നേരത്തെ പറഞ്ഞു എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുന്നത് വേറെയാണ്. ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് പരീക്ഷിക്കുകയൊക്കെ ചെയ്യാണ്. ചാക്കോച്ചൻ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഇത്രയും മണ്ണിനെ സ്നേഹിക്കുക എന്നൊരു വ്യക്തി, പ്രകൃതി സ്നേഹി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ചാക്കോച്ചനോട് പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? അല്ല, ഞാനും ചാക്കോച്ചനൊരു സിനിമ ചെയ്യാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്നോട് സിനിമ ചെയ്യാൻ പുള്ളി എല്ലാ രീതിയിലും 200% വില്ലിംഗ് ആയിരുന്നു, ഏത് സിനിമയും ഒരു പക്ഷേ. അപ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഇതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിലോട്ട് വരാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അലോങ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദിസ് ഫിലിം എനിക്ക് മനസ്സിലായത് ഈ രാമൻ്റെ അത്രത്തോളം തന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഭയങ്കര വലിയൊരു ക്രെഡിറ്റാണ്. ഞാൻ അത്ര നല്ല ഹ്യൂമൻ ബീയിങ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണം ഇത് അറിഞ്ഞൊന്നും സംഭവിക്കുന്നതല്ല, അത് അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ജെനുവിൻ ആയിട്ടുണ്ട്. അയാളുടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിൽ. അയാൾ കുറച്ചും എന്നോട് പറഞ്ഞു എനിക്ക് മരം കയറണം എന്ന് പറഞ്ഞു. പിന്നെന്താ, മരം കയറാൻ വേണ്ടി എനിക്കൊരു ഷോട്ട് ചെയ്തില്ലെങ്കിലും മരം കയറുന്ന അവസരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കയറിയത് കുറച്ച് കഷ്ടമായി പോയി, ഒറ്റ ഒരു കുന്നിലെ ഒരു ആടുന്ന മരത്തിലായി പോയി. ഞാൻ പറഞ്ഞു പൊതുവേ, അതായത് അയാളുടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഈ ചാക്കോച്ചനിലുണ്ട്. ജെനുവിൻലി ആൾക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാട് ഭയങ്കര ഇഷ്ടമാണ്. അതാർക്കും അറിയില്ല എന്നുള്ളതുള്ളൂ. പുള്ളി അങ്ങനെ ഭയങ്കര ഒരു ഹാർഡ് കോർ കാടിൻ്റെ ആളോ കൃഷിയുടെ ആളോ ആയിട്ട് നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ പുള്ളി ജെനുവിൻലി അങ്ങനത്തെ ആളാണ്. ഈ മരം കയറ്റവും കാടും കൃഷിയും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളിൻ്റെ. അതുകൊണ്ട് രാമനിലേക്ക് എത്താൻ ബുദ്ധിമുട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, പുള്ളിക്കും ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഒട്ടും ഫേക്ക് അല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ വെച്ച ഇപ്പോൾ പറഞ്ഞ സീൻ പോലും ചുമ്മാ നമ്മൾ കാണുമ്പോൾ ഭയങ്കര കുഴപ്പമാണ്, എന്താണത് ഭയങ്കര ഫേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. തോന്നാത്തത് അതുകൊണ്ടാണ്, കാരണം അത് ഒരാൾ വിശ്വസിച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരു പക്ഷേ അയാൾ ചെയ്യാൻ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതറിയാതെ സംഭവിച്ചു പോയതായിരിക്കും സിനിമയുടെ വേറൊരു ഭാഗ്യം എന്ന് പറയുന്നത്. സിനിമയുടെ ഭാഗ്യം തന്നെയാണ്. ഞാൻ നിമിത്തങ്ങളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്, അന്ധവിശ്വാസമല്ല. നിമിത്തം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ലൊക്കേഷൻസ് ഒക്കെ കിട്ടുന്നു. ഞാൻ 5-6 സ്ഥലത്തായിട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതെന്നോട്ട് നെല്ലിയാമ്പതിയെ കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിച്ചില്ല എന്ന് പറയുന്നു. നെല്ലിയാമ്പതി ചിന്തിച്ചു. ഞാൻ സോങ് കമ്പോസിങ്ങിന് വേണ്ടി നെല്ലിയാമ്പതിയിലാണ് പോയത്, ഞാൻ ബിജുവാല കൂടി. അപ്പോൾ എനിക്ക് ഒട്ടും ഹാപ്പിയല്ല അവിടെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ എന്നോട് ബിജിയാണ് ഇങ്ങനെ സ്ഥലം സജസ്റ്റ് ചെയ്യുന്നത്. പുള്ളി മുന്തിരിവള്ളികൾ എന്ന് പറഞ്ഞ സിനിമയുടെ സോങ് കമ്പോസിങ്ങിന് വേണ്ടി ഇവിടെ പോയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഷൂട്ടിങ്ങിന് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ സ്ഥലത്ത് പോകുന്നത്. വാഗമൺ ഹൈറ്റ്സ് റിസോർട്ടാണ്, ഒരു 10-300 ഏക്കറുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഒരു 10-20 സീൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് പോകുന്നത്. അപ്പം ബാക്കി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ഡയലോഗ്സ് ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് എഴുതാറുള്ളൂ. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് കയറുന്നത് മുതൽ എനിക്ക് ആ സീനുകൾ അവിടെ കാണാൻ തുടങ്ങി. അതായത് ആ സ്ഥലം ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെയായിരുന്നു. അതായത് അതിൽ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒരു കുതിരയും പട്ടികളും വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് നിമിത്തമാണ് നമുക്കൊരിക്കലും, അതായത് നമുക്ക് സിനിമയ്ക്ക് വേണ്ട ലേക്ക്, മല, പുഴ, കാട്, എല്ലാ സാധനങ്ങളും ഒന്നും പുറത്തെവിടെയും പോകേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ എല്ലാം, കൃഷി, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നിമിത്തം അല്ലാതെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും. അപ്പം ഇതൊരു ബസ്ലിംഗ് സിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കതൊരു ഫ്ലാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യും, ഹൈറ്റ്സിലുള്ള ഫ്ലാറ്റ് ആയിരിക്കണം. അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സിറ്റി വ്യൂ കിട്ടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നതൊരു ഫ്ലാറ്റ് ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാടുപെട്ട് നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാർ കൂടി ഒരു ഫ്ലാറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും ഓക്കെ, വേറെ കിട്ടില്ല എന്നുള്ള രീതിയിൽ അത് ഫിക്സ് ചെയ്തു. അപ്പം ഞാൻ വാഗമൺ ഷെഡ്യൂൾ കഴിഞ്ഞ് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊച്ചി ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഷൂട്ടിങ്ങിൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് ആ സ്ഥലം കിട്ടില്ല എന്ന് മനസ്സിലായത്. ബിക്കോസ് അവിടെ എഗെയിൻ പെർമിഷൻ ഇഷ്യൂസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഗെയിൻ നമ്മൾ ഇതായി 2 ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇനി വീട്ടിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയായി. കാരണം അപ്പോൾ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഒരു ആംബിയൻസ് കിട്ടില്ല. അപ്പോൾ അപ്പം അത് നമ്മൾ കറക്റ്റ് നാളെ രാവിലെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്ത ഫ്ലാറ്റിൽ പോകുന്നത്. അപ്പോൾ അത് മറൈൻഡ്രൈവിലെ ഒരു ഫ്ലാറ്റാണ്. അത് അതിനേക്കാൾ നല്ല ലൊക്കേഷൻ കിട്ടാനില്ല. അത് 4 സൈഡിലും ബാൽക്കണിയാണ്, 4 സൈഡിലും സിറ്റിയാണ്, ടോപ്പിൽ കയറി ഫുൾ സിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ അത് നിമിത്തമാണ്. നമ്മൾ ഇപ്പോൾ ആ പെർമിഷനോടെ കിട്ടിയിരുന്നെങ്കിൽ ഇത് നോക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവും എടുക്കുകയോ ഒന്നുമില്ല. കാസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞു എല്ലാം നിമിത്തമെന്ന്, അതുപോലെ തന്നെ ഈ സിനിമയും നല്ലൊരു സിനിമയായിരിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പിന്നെ അടുത്ത പടത്തിൽ കാണാം. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രഞ്ജിത്ത് ഞങ്ങളുടെ ഷോയിൽ വരുമ്പോൾ, താരപ്പകട്ടിൽ വരുമ്പോൾ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. ഒരു സിനിമ കഴിഞ്ഞ വിശേഷം പറയാൻ തീർച്ചയായിട്ടും എത്തും. താങ്ക് യു വൺസ് അഗൈൻ. ശരി.